നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സേലത്ത് വാഹന അപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി.പി. ചാക്കോ മരിക്കുമ്പോൾ പുറത്തുവരുന്ന ചില വിവരങ്ങൾ തന്നെയാണ്. അപകടത്തിൽ ഷൈൻ ടോമിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഷൈനിന്റെ കൈക്ക് പരിക്കേറ്റു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം നടന്നത്. ഇവർക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന അമ്മയ്ക്കും പരിക്കുണ്ട്. ഷൈനും പിതാവും അമ്മയും സഹോദരനും ഡ്രൈവറുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മുൻപിൽ പോയ ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. രാവിലെ 7 മണിയോടെ തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് അടുത്ത് പാൽക്കോട്ട എന്ന സ്ഥലത്തായിരുന്നു അപകടം. ഷൈനിന്റെ 2 കൈകളും ഒടിഞ്ഞതായി അപകടം കണ്ടവർ പ്രതികരിച്ചു. ബാംഗ്ലൂരിലേക്ക് ഷൈനിന്റെ ചികിത്സാർത്ഥമായിരുന്നു കുടുംബത്തിന്റെ യാത്ര എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപകടം നടന്ന ഉടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചാക്കോയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാറിന്റെ മധ്യഭാഗത്തെ സീറ്റിലാണ് ചാക്കോയും ഭാര്യയും ഇരുന്നത്. ഷൈൻ ഏറ്റവും പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. മുൻസീറ്റിലായിരുന്ന സഹോദരൻ അപകടം ഉണ്ടായ ഉടൻ 5 പേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഷൈനിന്റെ പിതാവ് മരിക്കുകയായിരുന്നു. പരിക്കേറ്റവർ പാൽക്കോട്ട സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കുടുംബം കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചത്. തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ചികിത്സ ബാംഗ്ലൂരിലേക്ക് മാറ്റിയിരുന്നു. ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായപ്പോൾ എല്ലാം വിശദീകരണവുമായി രംഗത്തു വന്നത് പിതാവ് സി.പി. ചാക്കോ തന്നെയായിരുന്നു. ഷൈൻ ടോമിന് എന്നും താങ്ങായി നിന്ന പിതാവിനെയാണ് അപകടത്തിൽ നഷ്ടമാകുന്നത്. മകന്റെ വളർച്ചയിൽ ഏറെ അഭിമാനിച്ച ഒരു പിതാവാണ് ഷൈൻ ടോം ചാക്കോയുടെ പ്രിയ ഡാഡി ചാക്കോ. 10 വർഷങ്ങളിൽ കൂടുതലായി ഷൈനിന്റെ പേരിൽ ഉണ്ടായിരുന്ന കൊക്കൈൻ കേസ് നടത്താൻ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ഇദ്ദേഹം. എത്ര വർഷമെടുത്താണെങ്കിലും മകന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന ഉത്തമ ബോധത്തോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര എപ്പോഴും. പിന്നീട് മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. മാത്രവുമല്ല, ഇപ്പോൾ ഈ യാത്ര തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ബാംഗ്ലൂരിൽ ഒരു ചികിത്സയുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് പോയിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മരണത്തിലേക്ക് പോകുമ്പോഴും മകന്റെ ആവശ്യത്തിനായുള്ള യാത്രയായിരുന്നു അതും. മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് ഷൈനിന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഷൈനും ഡാഡിയും മമ്മിയുമായിരുന്നു എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നത്. അപകടത്തിൽ ചാക്കോ മരണപ്പെടുകയും ഷൈനിനും അമ്മയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ ഷൈൻ എന്നും മുൻപിൽ തന്നെയാണെന്ന് ഡാഡി എപ്പോഴും മാധ്യമങ്ങളോട് പറയുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഷൈനിന്റെ പേരിൽ ഒരു കേസ് കൂടി വന്നപ്പോഴും ഉറച്ച സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞതും മകന്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഡാഡി ആണെങ്കിലും ഞാൻ ഷൈനിന്റെ മാനേജറാണ് എന്ന് അടുത്തിടെ അഭിമാനത്തോടു കൂടി ചാക്കോ പറഞ്ഞിരുന്നു. താങ്ങാനാകാതെ കുടുംബസമേതം കൊക്കൈൻ കേസിൽ പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റേഷനിൽ താഴെ കണ്ണുനിറ നിൽക്കുന്ന ഒരു പിതാവിനെയാണ് അന്ന് കാണാൻ സാധിച്ചത്. ഡാഡിക്കും മമ്മിക്കും മൂത്ത മകനായി ജനിച്ച ഷൈൻ ഒരു നല്ല മകനാണെന്നാണ് ചാക്കോ എപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഞാൻ കാരണമില്ലാത്ത കുറ്റങ്ങളൊക്കെയും എന്റെ മാതാപിതാക്കന്മാർ കേൾക്കുന്നു എന്നും അതിന്റെ കുറ്റബോധം തന്നെ വേട്ടയാടുന്നു എന്ന് ഷൈൻ എപ്പോഴും പറയുമായിരുന്നു. മയക്കുമരുന്ന് കേസിൽ തന്റെ മകനെ കുടുക്കിയതാണ് എന്ന് പലവട്ടം ചാക്കോ പറഞ്ഞിരുന്നു. അവൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടുള്ള ആളല്ല. ഒരു സിഗരറ്റ് പോലും വലിച്ചു ഞാൻ കണ്ടിട്ടില്ല. അവന്റെ വളർച്ചയിൽ ആരോ കുടുക്കിയതെന്നും 10 വർഷം പത്മവ്യൂഹത്തിലായിരുന്നു എന്നും ചാക്കോ അന്ന് പ്രതികരിച്ചിരുന്നു. കരിയറിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തളർത്താനാണ് പലരും ശ്രമിച്ചത് എന്നും ചാക്കോ പറയുകയാണ്. ഷൈനിന്റെ സിനിമയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും ചാക്കോയായിരുന്നു. ഈ അടുത്താണ് സിനിമയുടെ പ്രൊഡക്ഷൻ കൂടി ഷൈനിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്. അതിനും മേൽനോട്ടം വഹിച്ചതും ചാക്കോ തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോഴിതാ മനസ്സിലാകുന്നത് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഷൈനിന്റെ നില എങ്ങനെയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്താ ബുള്ളറ്റിൻ പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ.